ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രീ ആണെന്നുണ്ടെങ്കിൽ വർഷയെ മാക്സിമം ഒഴിവാക്കി അവിടെ നിന്ന് അങ്ങ് പോകുക. പക്ഷെ പോയ പോക്കിന് ഫോൺ അവിടെ വെച്ച് മറന്നിട്ടാണ് പോയത്. അങ്ങനെ വർഷയ്ക്കാണെങ്കിൽ ആകെ വിഷമായി. ശ്രീ ഫോൺ എടുക്കാതെയും സംസാരിക്കാതെയും ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ എന്നിട്ട് വർഷ അവിടെ നിന്ന് അങ്ങനെ അങ്ങ് പോരുവാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ രേവതിയും അമ്മയും അനിയത്തിയും കൂടെ വീട്ടിലേക്ക് വരുന്നു. വീട്ടിലേക്ക് വന്നിറങ്ങി വീട് ഇങ്ങനെ മൊത്തത്തിലൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുമ്പോഴാണ് രേവതിയുടെ കൂട്ടുകാരി ചേച്ചിമാർ അതിലെ വരുന്നത്. അവർ വന്നപ്പോൾ രേവതിയെ കണ്ടു. അതേ രേവതി എന്ന് പറഞ്ഞാൽ അവർ ഓടി രേവതിയുടെ അടുത്തേക്ക് വരുക. അങ്ങനെ അവരെല്ലാവരും വന്ന് രേവതിയോട് വിശേഷമൊക്കെ ചോദിക്കുന്നു, സുഖമല്ലേ എന്നൊക്കെ. അപ്പോൾ സുഖം, ചേച്ചിക്ക് സുഖമല്ലേ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെയൊക്കെ പോണു മോളേന്ന് പറയണു ആ ചേച്ചിമാർ. അപ്പോൾ എങ്ങനെ പോണു രേവതി, കുറേ നാളായല്ലോ രേവതിയെ കണ്ടിട്ട്, ഇതൊക്കെ ഇങ്ങനെ പറയാം. അപ്പം ചേച്ചിക്ക് വരാൻ സമയം വേണ്ടേന്ന് നമ്മുടെ ദേവു അന്നേരം പറഞ്ഞു. ഇവരൊക്കെ ഇങ്ങനെ നോക്കുക കേട്ടോ. ഇനി കുറേ ദിവസം ഇവിടെ കാണുമെന്ന് പറഞ്ഞു ലക്ഷ്മിയമ്മ. അന്നേരം ആടിമാസമാണല്ലോ, അതാ വന്നതല്ലേ. സച്ചിയും രേവതിയും രണ്ട് വീട്ടിലാക്കിയല്ലേ, വേണ്ടായിരുന്നു, ഇതൊക്കെ പഴയ ആചാരങ്ങളല്ലേ എന്ന് കൂടെയുള്ള ചേച്ചിമാർ ചോദിച്ചപ്പോൾ നാട്ടു നടപ്പ് നമ്മളായിട്ട് തെറ്റിക്കണ്ടല്ലോ എന്ന് പറഞ്ഞ് ഇവരിങ്ങനെ സംസാരിക്കാം. അപ്പോഴാണ് ഈ ഗജാനന്ദൻ്റെ ഗുണ്ടകൾ അതുവഴി വരുന്നതും ഇത് കാണുന്നതും. അവന്മാർ വന്ന് ഇതെല്ലാം കണ്ടും കേട്ടും ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഈ ചേച്ചിമാർ അതെ അവളെ അങ്ങനെയൊന്നും അവൻ ഇവിടെ നിർത്താനൊന്നും പോകുന്നില്ല, അവൻ കാറും കൊണ്ട് വന്ന് പൊക്കി എടുത്തുകൊണ്ട് പോകും, നീ നോക്കിക്കോളാനൊക്കെ ആ ചേച്ചിമാർ അവിടെ നിന്ന് ഇങ്ങനെ പറയുവാണേ. അപ്പം നീ വാ എന്നും പറഞ്ഞിട്ട് ഈ ഗുണ്ടകൾ രണ്ടുപേരും കൂടി ഇങ്ങനെ അവിടെ നിന്നും മറഞ്ഞു നിന്ന് കേൾക്കുക ഇവരെന്താ പറയുന്നതെന്ന് അറിയാൻ. അപ്പോൾ സച്ചു വരാനൊന്നും പോകുന്നില്ല, ഇതിനെക്കുറിച്ചൊക്കെ മോന് നന്നായിട്ട് അറിയാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറയണു. അപ്പോൾ ലക്ഷ്മി രണ്ടുപേരെയും രണ്ടിടത്താക്കിയാൽ എങ്ങനെ വീട്ടിൽ പെട്ടെന്ന് തൊട്ടിൽ കെട്ടാൻ കഴിയും എന്നൊക്കെ ആ ചേച്ചിമാരിങ്ങനെ ചോദിക്കാം. അപ്പോൾ അതൊക്കെ നടക്കേണ്ട സമയത്ത് നടന്നോളൂന്ന് ലക്ഷ്മി. സച്ചിയുടെയും രേവതിയുടെയും കുഞ്ഞിനെ കാണാനേ ഞങ്ങൾക്കൊക്കെ ധൃതിയായി, അതാട്ടോ ഞങ്ങൾ പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് ആ ചേച്ചിമാർ പറയാം. അപ്പോൾ ഇവന്മാരിതെല്ലാം കേട്ടു. അപ്പോൾ ശരി എന്നാൽ പോട്ടെ രേവതി, പിന്നെ കാണാട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ചേച്ചിമാർ യാത്ര പറഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ ആ ഒരു ഇതങ്ങ് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ചേച്ചിമാരങ്ങ് പോകുമ്പോൾ ഇവർ രേവതിയെ പറ്റി പറഞ്ഞിട്ടാണ് പോകുന്നത്. ചിലപ്പോൾ രേവതി ഇനി ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയതാണോന്ന് അറിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവന്മാർ ഇതും കേൾക്കുക. പിന്നെ എന്തായാലും ആ കൊച്ചിനെ അങ്ങനെ ഇവിടെ നിർത്താനൊന്നും പറ്റത്തില്ല, അതിനെ പെട്ടെന്ന് തന്നെ പറഞ്ഞു വിടണം, ഞാനും കൂടെ ലക്ഷ്മിയോട് പറഞ്ഞോളാമെന്നൊക്കെ പറഞ്ഞ് ഈ ചേച്ചിമാരങ്ങ് പോകുക. ഇവന്മാർക്ക് എന്തായാലും കാര്യം മനസ്സിലായി. അപ്പോൾ അവളെ സ്ഥിരമായിട്ട് ഇങ്ങ് കൊണ്ടുവിട്ടതാണെന്ന് തോന്നുന്നു. അതൊന്നും അല്ലടാ, ആടിമാസം അല്ലേ, രേവതി ഇവിടെയും സച്ചി അവൻ്റെ വീട്ടിലും ആയിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഇവന്മാർ പരസ്പരം അവിടെ നിന്ന് പറയാം. അപ്പോൾ രേവതിയെ ഒറ്റയ്ക്ക് കിട്ടും എന്നുള്ളൊരിതിൽ ഗജാനന്ദൻ ബോസിനെ കിട്ടിയ ഒരു അവസരമായത്, നമുക്ക് ചെന്ന് പറയാടാ വാടാന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ അവന്മാർ അവിടെ നിന്ന് അങ്ങ് പോണു. ഈ സമയം പിന്നെ കാണിക്കുന്നത് ശരത്ത് അവിടെ ഇരുന്ന് പഠിക്കുമ്പോഴത്തേക്കും ചേച്ചി അങ്ങോട്ടേക്ക് കയറി ചെന്നു. മോനെ നീ സുഖമായിട്ടിരിക്കുന്നോടാ എന്നൊക്കെ ചോദിച്ചപ്പം ആന്ന് പറഞ്ഞു. എവിടെ സച്ചേട്ടും വന്നില്ലേ എന്ന് ചോദിച്ചു. രണ്ടുപേരെയും കൂട്ടിക്കൊണ്ട് വരാനല്ല പോയതെന്ന് ദേവ് പറഞ്ഞപ്പം അതെനിക്കറിയാം, സച്ചേട്ടൻ കാറിൽ കൊണ്ടുവന്ന് വിട്ടു എന്ന് കരുതി ചോദിച്ചതാണെന്ന് പറഞ്ഞപ്പം ശരത്തെ നിന്റെ പഠിപ്പൊക്കെ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു രേവതി. അതൊന്നും പറയാതിരിക്കുന്നതാ നല്ലത്, ഫുൾ ടൈം ഫോണിലാണെന്ന് നേരം ദേവ് പറയാം. ഞാൻ എന്താടാ കേൾക്കുന്നേ, ഞാൻ പറഞ്ഞു തന്നൊക്കെ നീ മറന്നോന്ന് ചോദിച്ചപ്പം ഞാൻ നന്നായിട്ടൊക്കെ പഠിക്കുന്നുണ്ട് ചേച്ചി, ഇവള് വെറുതെ പറയുന്നതാണെന്ന് നേരത്തേക്കും പറയുവാണ് നമ്മുടെ അനിയൻ. രണ്ടുപേരും നന്നായി പഠിച്ച് ജോലിയൊക്കെ വാങ്ങിക്കണം, എങ്കിലേ അമ്മയുടെ കഷ്ടപ്പാട് മാറുള്ളൂ എന്ന് പറയുമ്പോൾ അറിയാൻ ചേച്ചിയെ ഞാൻ നന്നായിട്ട് പഠിക്കുന്നുണ്ട് എന്ന് ശരത്ത് പറയുകയും ചെയ്തു. അപ്പം നീ കടയിൽ ചെന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വാ, ഞാൻ രാവിലെ വിളിച്ച് പറഞ്ഞിരുന്നു, നീ ചെന്നാൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ശരത്തിനെ അവിടെ നിന്ന് സാധനം മേടിക്കാനായിട്ട് പറഞ്ഞു വിടുവാണ്. അങ്ങനെ ശരത്ത് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ദേവുവിനോട് പോയി ചായ ഇടാൻ പറഞ്ഞു. ഞാൻ ചായ ഇടാനോ, നിന്നോട് പറഞ്ഞ കാര്യം നീ അനുസരിച്ച് ചെല്ലെന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ച് ദേവുവിനെ പറഞ്ഞു വിടുക. അപ്പം രേവതി അവിടെ അങ്ങനെ നിൽക്കുകയാണ്. രേവതി എന്നിട്ട് അച്ഛൻ്റെ ഫോട്ടോയുടെ മുന്നിലേക്ക് ചെന്നു. എന്നിട്ട് അച്ഛനോട് ഇങ്ങനെ കുറേ വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവിടെ നിൽക്കുക, സങ്കടപ്പെട്ട് പ്രാർത്ഥനയോടെ അച്ഛനോട് ഓരോന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ദേവു അടുക്കളയിൽ ചായ വെക്കുന്നു. ഈ സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ രേവതിയുടെ ബാഗൊക്കെ എടുത്ത് വെച്ച് അമ്മയകത്തേക്ക് കയറി പോവുകയും ചെയ്തു. അച്ഛനെ നോക്കി കുറേ നേരം നമ്മുടെ രേവതി അവിടെ നിന്നു കേട്ടോ. ദേവു അന്നേരം അവിടെ ചായ വെക്കാം. പിന്നെ കാണുന്നുണ്ടെങ്കിൽ മോളാണെങ്കിൽ അമ്മയുടെ മടിയിലേക്ക് കിടക്കുന്നു, അമ്മ മോളുടെ തലയിൽ ഇങ്ങനെ തലോടി കൊടുക്കുന്നു. ഇതെല്ലാം നമ്മുടെ ദേവു അവിടെ നിന്ന് കാണുകയും ചെയ്യുന്നു. അപ്പോൾ അടുക്കളയും ആ ഒരു റൂമും അടുത്തടുത്തുള്ള ഇതിലാണ്. ഈ സമയം സച്ചിക്ക് നിന്നോടുള്ള ദേഷ്യം മാറില്ല എന്ന് ഞാൻ ഭയപ്പെട്ടിരുന്നു മോളെ എന്ന് അമ്മ മോളോട് പറയാം. നീ ഫോൺ ചെയ്ത് പറഞ്ഞപ്പോഴാണ് എനിക്ക് സമാധാനമായതെന്നൊക്കെ അമ്മ ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ രേവതിയും സന്തോഷമായിട്ടു. നിങ്ങളൊന്നായി എന്ന് അറിഞ്ഞപ്പോൾ എനിക്കുണ്ടായ സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല മോളെ എന്നൊക്കെ പറഞ്ഞ് അമ്മ ഇങ്ങനെ പറയും. ഇതൊക്കെ കേട്ട് ദേവും ഹാപ്പി ആവുകയാണ്. രേവതി എല്ലാം അമ്മയോട് വിളിച്ച് പറഞ്ഞു. നല്ല രീതിയിൽ നിങ്ങൾ പുതിയൊരു ജീവിതം തുടങ്ങിയല്ലോ, നിന്നെക്കുറിച്ചുള്ള അമ്മയുടെ ആദ്യമൊക്കെ ഇപ്പം മാറിയെന്നും പറഞ്ഞു. അപ്പോൾ എന്നാലും മോളെ ചെറിയൊരു വിഷമം അമ്മയ്ക്ക് ഇപ്പോഴും ബാക്കി നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ രേവതി എഴുന്നേറ്റു. അപ്പോൾ അതെന്താ അമ്മയെന്ന് ചോദിക്കാനായിട്ട് എഴുന്നേറ്റിരിക്കുക. എന്താ അമ്മയ്ക്കെന്ന് ചോദിച്ചു. ഈ സമയം നോക്കി തന്നെ ആടിമാസം വന്നില്ലേ, അത് അമ്മയ്ക്കൊരു ടെൻഷനായി, പെട്ടെന്ന് തന്നെ ഒരു സന്തോഷ വാർത്ത ഉണ്ടായേനെ എന്നൊക്കെ പറയാം. അപ്പോൾ നമ്മുടെ രേവതിക്ക് കള്ള നാണമൊക്കെ. അപ്പോൾ ദേവു അങ്ങോട്ടേക്ക് വന്നു. അടുത്തിരുന്നിട്ട് ചേച്ചി വന്നത് സന്തോഷമുള്ള കാര്യമല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവില്ല, പോടി അവിടെ നിന്ന് ലക്ഷ്മി ദേവുവിനോട് പറയാം.
ചേച്ചിക്ക് പെട്ടെന്ന് കുഞ്ഞുണ്ടാകും എന്നല്ലേ അമ്മ പറഞ്ഞത് എന്ന് ദേവ് ചോദിച്ചപ്പോഴത്തേക്കും ഇങ്ങനെ നോക്കുക കേട്ടോ അമ്മയും മോളും കൂടെ ദേവുവിന്. എനിക്കിതൊക്കെ മനസ്സിലാവേണ്ട പ്രായമായെന്നും ഞാൻ ചെറിയ കുട്ടിയൊന്നും അല്ലെന്നൊക്കെ നമ്മുടെ ദേവ് പറയാം. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ ഇരുന്ന് ചിരിക്കുന്നു. അമ്മയ്ക്ക് പെട്ടെന്ന് തന്നെ അമ്മൂമ്മയാവാനുള്ള ആഗ്രഹം ഉണ്ടെങ്കിലേ ചേച്ചിയെ സച്ചേട്ടൻ്റെ വീട്ടിലേക്ക് തിരികെ കൊണ്ടുപോയി വിട്ടേക്കാൻ പറഞ്ഞു നമ്മുടെ ദേവു. അപ്പോൾ ഇവളെ എന്താ വേണ്ടത് അമ്മയെന്ന് ചോദിച്ചുകൊണ്ട് രേവതി ഇങ്ങനെ പറയാം. തിരികെ കൊണ്ടുവിടാൻ പോയാൽ മതി. ഇവളുടെ അമ്മായിയമ്മേ തിളച്ച വെള്ളം എടുത്ത് നമ്മുടെ ദേഹത്തേക്ക് ഒഴിക്കും. രാത്രി 1 മണിക്ക് വിളിച്ചിട്ടാ ഇവളെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് പറഞ്ഞത്. അത് നീയും കേട്ടതല്ലേ എന്ന് ഇങ്ങനെ ചോദിക്കുവാണേ. അപ്പം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ദേവ് പറയുമ്പോഴാണ് രേവതി ആ സത്യം മനസ്സിലാക്കുന്നത്. എനിക്കതാണ് മനസ്സിലാവാത്തത്. അതെന്തുകൊണ്ട് അവർ രാത്രി 1 മണിക്കൊക്കെ വിളിച്ചു പറഞ്ഞത്? അന്ന് ആടിമാസത്തിൽ വീട്ടിൽ പോവണ്ടെന്ന് പറഞ്ഞ ആൾക്ക് പെട്ടെന്ന് മനമാറ്റം ഉണ്ടായി. എന്താ അതിന് കാരണം എന്ന് നമ്മുടെ രേവതി അവിടെ ഇരുന്ന് ചിന്തിക്കാം. എന്താ അവർക്ക് പറ്റിയതെന്നൊക്കെ രേവതി ഇരുന്ന് ചിന്തിക്കുക കേട്ടോ. കുറച്ച് ദിവസത്തേക്ക് വേണ്ടുന്ന ജോലിയൊക്കെ ചെയ്യിച്ചിട്ടാ എന്നെ അവരിങ്ങോട്ട് പറഞ്ഞു വിട്ടു. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ ദേവ് ചോദിച്ചു, ചേച്ചി എന്തിനാ മുഴുവൻ ജോലികളൊക്കെ ചെയ്യാൻ നിന്നത്? വേറെ മരുമകളുണ്ടല്ലോ അവിടെ, അവളെ കൊണ്ട് ചെയ്യിച്ചുകൂടേന. അവളിപ്പോൾ ചെയ്തതുവാന്നും പറഞ്ഞുകൊണ്ട് രേവതി ഇരിക്കാം. നീ അടുക്കളയിലേക്ക് ചെന്ന് പാല് തിളച്ച് മറിയുന്നുണ്ടാകുമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അമ്മ പറയുമ്പോൾ ഞാൻ നോക്കിക്കൊള്ളാവെന്നും പറഞ്ഞ് നമ്മുടെ രേവതി അടുക്കളയിലേക്ക് പോകണം. അപ്പോൾ ദേവും പിന്നാലെ ചെന്നു. അവർ ജോലിയൊന്നും ചെയ്യാറില്ലെന്ന് ചോദിച്ചു. നേരം വൈകി എഴുന്നേക്കും, പാർലറിൽ നിന്ന് വീട്ടിലെത്താൻ രാത്രിയാകും, വീട്ടിലുള്ളപ്പോഴോ അവളെ ജോലി ചെയ്യാൻ അമ്മ വിടുകയില്ല എന്ന് പറഞ്ഞു രേവതി. അപ്പോൾ അവൾ ചെയ്യേണ്ട ജോലി കൂടി ചേച്ചി ചെയ്യണമല്ലേ എന്ന് ചോദിച്ചു. വേറെ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും ദേവു എന്ന് രേവതി ചോദിക്കാം. അവൾ രാവിലെ എഴുന്നേക്കാനേ 10 മണിയാകും. 10 മണിയോ? അതിനിടയിൽ ഞാൻ പൂരിയോ മറ്റെന്തെങ്കിലും ഉണ്ടാക്കി വെച്ചാൽ അത് കഴിക്കില്ല. എണ്ണയിൽ ഉണ്ടാക്കുന്നതൊക്കെ ആരോഗ്യത്തിന് മോശമാണെന്നാണ് പറയുന്നതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. പിന്നെ അവൾക്ക് പാലിലും തേനിലും ഉണ്ടാക്കി കൊടുക്കണമായിരിക്കും അല്ലേ എന്നൊക്കെ ദേവ് ചോദിക്കാം. പിന്നെ ഇവർ വർത്താനമായി, ചായ എടുക്കലായി, കാര്യങ്ങളൊക്കെ ആയി. പിന്നെ ദേവു ഇങ്ങനെ രേവതിയെ വഴക്ക് പറയുന്നത് കേട്ട് നീ എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് അമ്മ വരുന്നത്. അപ്പോൾ ചേച്ചി എന്തിനാ അവിടുത്തെ ജോലി മുഴുവൻ ചെയ്യുന്നത്? ചേച്ചിയെ കൊണ്ട് എന്തിനാ അവിടുത്തെ ജോലി മുഴുവൻ ചെയ്യിക്കുന്നതെന്നൊക്കെയാണ് ദേവ് ചോദിക്കുന്നത്. അപ്പോൾ അമ്മ ഇങ്ങനെ അവളോട് ദേഷ്യപ്പെടുകയൊന്നും വേണ്ട, അമ്മ പറയുന്നത് കേട്ടല്ലേ അവളും ഓരോന്നൊക്കെ പറയുന്നത്, അതൊക്കെ ഇങ്ങനെ പറയാം. അന്നേരം രേവതി ആരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ അമ്മേ, എനിക്കതൊക്കെ ഇപ്പോൾ ഒരു ശീലമായെന്ന് നമ്മുടെ രേവതി അമ്മയോട് പറയുവാണ്. അങ്ങനെയൊന്നും വിട്ടുകൊടുക്കാൻ പാടില്ല ചേച്ചി. അവിടുത്തെ അമ്മ കാണുന്നത് പോലെയാ അവളും ചേച്ചിയെ കാണുന്നത്, അതിനൊരു സംശയമില്ല. പോകുന്നു എന്ന് പറയാനായി ചേച്ചി അവളുടെ മുറിയുടെ വാതിൽ തട്ടിയപ്പോൾ അവളുടെ ഭാവം ചേച്ചി കണ്ടതല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ദേവു നീ ചുമ്മാതിരിക്കാൻ പറഞ്ഞു ലക്ഷ്മി. ഇവളെ കുത്തി ഇളക്കി വിട്ട് യുദ്ധം ചെയ്യിക്കാനാണോ നീ ഇങ്ങനെയൊക്കെ പറയുന്നതും ചെയ്യുന്നതും എന്ന് ലക്ഷ്മി ചോദിക്കുക. ഇത് കേട്ടപ്പോൾ രേവതി ഇങ്ങനെ ചിരിക്കുക കേട്ടോ. അങ്ങനെ നിൽക്കുമ്പോൾ മോളെ സച്ചിൻ നിൻ്റെ കൂടെ ഉണ്ടല്ലോ, പിന്നെ നിനക്ക് വേണ്ടി ചന്ദ്രമതിയോടടക്കം സംസാരിക്കുന്നുമില്ലേ? അവൻ നിന്നെ സ്നേഹിക്കുന്നില്ലേ? അതിൽ പരം വേറെ എന്താ എൻ്റെ മോക്ക് വേണ്ടതെന്നൊക്കെ ചോദിച്ചപ്പോൾ ആരെന്ത് പറഞ്ഞാലും നീ അതൊന്നും ഗവനിക്കണ്ടെന്നും അമ്മ പറഞ്ഞു കൊടുത്തു. അപ്പോൾ രേവതിക്ക് അതൊക്കെ കേട്ട് ഇങ്ങനെ സന്തോഷമായിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. എന്തായാലും സച്ചിയുടെ കാര്യങ്ങളെല്ലാം സംസാരിച്ച് ഇവർ നിൽക്കുന്നു. നിന്നെ പൊന്നുപോലെ സച്ചി നോക്കൂ ഇതൊക്കെ പറഞ്ഞു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ശ്രുതിയാണ്. ശ്രുതി ഫോൺ എടുത്തിങ്ങനെ ആരോ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ചന്ദ്രമതി വരുന്നത്. ചന്ദ്രമതി വന്നപ്പോൾ മോളെ എന്ന് പറഞ്ഞ് വിളിച്ചു. എന്താ ആൻറ്റി എന്ന് ചോദിച്ചപ്പോൾ ഒരു നിമിഷമേ അതും പറഞ്ഞ് അടുത്തേക്ക് ചെല്ലുക. എന്നിട്ട് ചെന്നിട്ട് ഇങ്ങനെ തലവഴിയൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞിടുക. അപ്പോൾ ഇതെന്താ ആൻറ്റി കാണിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അവളുടെ അമ്മയുടെ കണ്ണ് തട്ടിക്കാണും, കരിങ്കണ്ണ, അത് മോൻ്റെ മോളുടെ ദേഹത്ത് തട്ടിക്കാണും, പിന്നെ അസൂയക്കാരിയാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്നു. നീയും സുതിയും സന്തോഷത്തോടെ ജീവിക്കല്ലേ, അതൊന്നും അവൾക്കങ്ങ് പിടിക്കണില്ല എന്നൊക്കെ പറയുമ്പോൾ രേവതിയുടെ അമ്മയുടെ സംസാരം കുറച്ച് ഓവറാണെന്ന് ശ്രുതി ആവശ്യമില്ലാതെ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. ഇറിറ്റേഷൻ ഉണ്ടാക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുവാണേ ശ്രുതി. അന്നേരം അവരുടെ വീട്ടിൽ പോവാനൊക്കെ പറഞ്ഞെന്നോട് വലിയ കൊട്ടാരം പണിതിട്ടേക്കുമല്ലേ എന്ന് വെച്ചാൽ അവിടെ കൊണ്ടുവന്നിട്ട് കാണിക്കാനായിട്ട്. ഇടിഞ്ഞു വീഴാറായ ആ വീട്ടിലേക്ക് പോകേണ്ടവളാണോ മോളെ നീ? കുറച്ചെങ്കിലും ബോധം ഉണ്ടെങ്കിൽ അവൾ നിന്നെ അങ്ങോട്ടേക്ക് എങ്ങാനും ക്ഷണിക്കുമോ? അവൾക്ക് ഒരു ബോധമില്ല മോളെ. രേവതിയെ ഈ കൊട്ടാരത്തിൽ നിൽക്കേണ്ടവളല്ല, അവൾക്ക് പറ്റിയത് അവിടെ തന്നെയാണെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി പറയണു. ആടിമാസം എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ അവളെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടത് എന്തിനാണെന്ന് മോൾക്ക് അറിയാവോ എന്ന് ചോദിച്ചു ചന്ദ്രമതി. സച്ചിയെയും രേവതിയെയും അകറ്റി നിർത്താൻ വേണ്ടി പ്ലാൻ ചെയ്ത് പറഞ്ഞയച്ചത് ഈ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് പറയുമ്പോൾ എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുക കേട്ടോ ആശാത്തി. അങ്ങനെ അവൾ ആദ്യം ഒരു കുഞ്ഞിനെ പ്രസവിക്കണ്ട. അതെ, അവർ രണ്ടുപേരും ഒന്നായിപ്പോൾ. അവരുടെ പെരുമാറ്റം നീ ശ്രദ്ധിച്ചതല്ലേ? അവൾ ഇവിടെ നിന്നാലേ പെട്ടെന്ന് തന്നെ അവൾ അമ്മയാകുമെന്നും പറഞ്ഞു. അവൾക്ക് കുഞ്ഞു പിറക്കാതിരിക്കാനാ ഞാൻ തന്ത്രപൂർവ്വം രണ്ടിനെയും രണ്ടിടത്താക്കിയതെന്നൊക്കെ പറയണു. ഞാൻ ആരാ മോള് എന്നൊക്കെ പറഞ്ഞപ്പോൾ ശ്രുതി നിന്നിങ്ങനെ ചിരിച്ചുകൊണ്ടിരിങ്ങനെ നിൽക്കുക കേട്ടോ. പിന്നെ മോളെ ഞാൻ പറഞ്ഞിരുന്നില്ലേ നിന്നോട് നിനക്ക് ആദ്യം കുഞ്ഞു പിറക്കണം എന്ന്?
പെട്ടെന്ന് തന്നെ ഒരു പേരക്കുട്ടിയെ പ്രസവിച്ച് നീ എൻ്റെ കയ്യിലേക്ക് വെച്ച് തരണം കേട്ടോ എന്നും പറഞ്ഞു. അപ്പം തരില്ലേ എന്ന് ചോദിച്ചപ്പം എന്നും പറഞ്ഞുകൊണ്ട് തലയാട്ടിക്കൊണ്ട് നിൽക്കണു ശ്രുതി. എന്നിട്ട് ശ്രുതിയുടെ താടയിലൊക്കെ തട്ടി ചന്ദ്രമതി അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ നിൽക്കുകയാണേ. ശ്രുതിക്ക് മനസ്സിലായി താനും പിച്ചക്കാരിയാണെന്ന് അറിഞ്ഞ് ഈ തള്ള തന്നെ അടുത്ത് ഉത്തരത്തിൽ വെക്കുന്നു. പക്ഷേ ആ ഒരു ഇതൊന്നും കാണിക്കുന്നില്ല. അവളാണെങ്കിൽ ഇന്നിങ്ങനെ ഭയങ്കര ചിരിയും സന്തോഷവും ഒക്കെയാണ്. കൊച്ചും കൂടെ കയ്യിലേക്ക് അങ്ങ് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമൊന്നും ഇല്ലല്ലോ, ആ കാര്യങ്ങളെല്ലാം സെറ്റ് ആകുമല്ലോ എന്നുള്ളൊരിതിൽ. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് വർഷ ശ്രീയെ അന്വേഷിച്ച് ഹോട്ടലിലെത്തി. വർഷയെ കണ്ടപ്പോഴത്തേക്കും ശ്രീ അവിടുന്ന് വേഗം അങ്ങോട്ട് പോവുകയാണ്. അയ്യോ ഇവിടെ വന്നു, ഇനി ഇവിടെ നിന്ന് ശരിയാവില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് മുങ്ങുന്ന കൂട്ടുകാരനോട് വർഷ വരുന്നുണ്ട്, ഞാനിവിടെ ഇല്ലെന്ന് പറയണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ ശ്രീ അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ ആ കൊച്ച് ചോദിച്ചാൽ ഞാൻ എന്ത് പറയണമെന്ന് ചോദിച്ചപ്പം ഞാൻ ഇവിടുന്ന് അങ്ങ് പോയെന്നങ്ങ് പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീ അങ്ങ് പോവുക. ആ സമയത്ത് വർഷം കയറി ചെന്നതും ഇവൻ ഓടിച്ചെന്നു. ആ വർഷ ഇരിക്കുക എന്ന് പറഞ്ഞങ്ങ് ചെന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കാൻ വന്നതല്ല, ശ്രീകാന്തിനെ കാണാൻ വന്നതാ, അവനൊന്ന് വിളിക്കാൻ പറഞ്ഞു. അയ്യോ ശ്രീകാന്ത് ഇവിടെ ഇല്ലല്ലോ എന്ന് പറഞ്ഞു. ശ്രീകാന്ത് ഇവിടെ ഇല്ല. അപ്പോഴത്തേക്കും ശ്രീദേവ് വാഷ്റൂമിൽ നിന്ന് ഇങ്ങനെ ഒളിഞ്ഞു നോക്കുക കേട്ടോ, അവിടെ എന്താ സംഭവിക്കുന്നതെന്ന്. അപ്പോൾ അവൻ വീട്ടിൽ പോയി വന്നിട്ട് ഉടനെ പോയല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ എന്തുകൊണ്ടാണ് പോയത് എന്ന് ചോദിച്ച് വർഷ ചോദിക്കുമ്പോൾ എന്തിനാണെന്നൊന്നും അറിയില്ല, അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞാൽ പോയതെന്നൊക്കെ പറയുവാണ്. അപ്പോൾ അത് ശരി, അപ്പോൾ അവൻ അങ്ങനെ ചെയ്തല്ലേ എന്നൊക്കെ വർഷം ഇങ്ങനെ ചിന്തിക്കുന്നു. എന്നിട്ട് ഫോൺ എടുത്ത് വേഗം തന്നെ വിളിക്കാം. അപ്പോൾ ഫോൺ എടുത്ത് വേഗം വിളിച്ചപ്പോൾ ശ്രീ ഫോൺ നോക്കുന്നു. ഈശ്വരൻ ഞാൻ എൻ്റെ മൊബൈൽ എവിടെയാണ് വെച്ചത് തമ്പുരാനെ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ശ്രീ നിൽക്കുന്നു. തൊട്ടരികിലിരുന്ന് ശ്രീയുടെ ഫോണും ബെല്ലടിച്ചു. അപ്പോഴത്തേക്കും വർഷയുടെ കയ്യിൽ അത് പെട്ടു. ഈശ്വര എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും മുതലാളി ഫോൺ എടുക്കാൻ തുടങ്ങിയതും ഓടി വന്ന് നമ്മുടെ വർഷ ഫോൺ അങ്ങോട്ടേക്ക് എടുത്തു. എല്ലാവരും പെട്ടു. വർഷ ഇങ്ങനെ ഫോൺ എടുത്ത് ഇങ്ങനെ നോക്കുക. അപ്പോൾ ഇത് കണ്ടപ്പോൾ അവൻ്റെ ഫോൺ അതിവിടെ ഉണ്ടല്ലോ എന്ന് വർഷ ചോദിക്കാം. അത് പിന്നെ എനിക്കറിയില്ല എന്ന് പറഞ്ഞു നിൽക്കുന്നു. വീട്ടിൽ പോയെന്ന് കള്ളം പറഞ്ഞതാണല്ലേ. ഇപ്പോൾ ശ്രീകാന്ത് വീട്ടിൽ പോയി ഫോൺ ഇവിടെ മറന്നു വെച്ചതാണ്, കുറച്ച് കഴിഞ്ഞ് വന്ന് എടുത്തോളും എന്ന് പറഞ്ഞാൽ ചേട്ടൻ ഇങ്ങനെ വീണ്ടും പറയാം കേട്ടോ. അപ്പോൾ പാവം ഇതെടുക്കാനേ അവൻ ഇനി ഇങ്ങോട്ട് വരണ്ട, ഞാൻ കൊണ്ടുപോയി കൊടുത്തോളാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വർഷ അതുകൊണ്ട് അങ്ങ് പോവുക. വർഷ എന്നും പറഞ്ഞ് വിളിച്ച് പുറകിൽ നിന്ന് വിളിക്കുമ്പോൾ മുതലാളിയുടെ പുറകെ കൂടെ പോടാന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുക. ഇവനെ പറഞ്ഞു വിടുക. വർഷ നിൽക്കുക വർഷ എന്ന് പറഞ്ഞുകൊണ്ട് ചേട്ടൻ പിന്നാലെ ചെന്നിട്ട് ആ ഫോണിങ് തന്നേക്കാൻ പറഞ്ഞു, ഞാൻ കൊടുത്തോളാമെന്നും പറഞ്ഞു. അപ്പം ഞാൻ കൊണ്ടുപോയി കൊടുത്തോളാമെന്ന് പറഞ്ഞില്ലേ, നിങ്ങളുടെ ജോലി ചെയ്യാൻ പറഞ്ഞു. വർഷ അവിടുന്ന് പോയി. അപ്പോഴേക്കും വർഷ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രീ പുറകെ ഇറങ്ങി ഓടി. ശ്രീ ചെന്നപ്പോഴത്തേക്കും വർഷയുടെ പാട് നോക്കി അങ്ങ് പോയി. എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീ ഓടിച്ചെന്ന് പുറകിൽ നിന്നെങ്കിലും വർഷയെ പിടികിട്ടിയില്ല. വർഷ ഫോണും കൊണ്ടൊരു പോക്ക് അങ്ങ് പോയിട്ടോ. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ അച്ഛൻ ഇങ്ങനെ അവിടെ മകനെ കാത്തിരുന്ന് ഉറങ്ങിപ്പോയി. മകൻ വന്ന് ഡൈനിങ് ടേബിളിൽ സാധനങ്ങളൊക്കെ ഇരിക്കുന്നത് കണ്ടു. അപ്പോൾ അച്ഛനെ വിളിക്കണം എന്ന് ആദ്യം വിചാരിച്ചു, പക്ഷെ വേണ്ട എന്നുള്ളൊരിതിൽ പിന്നെ വന്ന് ഇതെല്ലാം തുറന്നു നോക്കുക. അങ്ങനെ തുറന്നു നോക്കി അതിനകത്ത് സാധനങ്ങൾ ഇരിപ്പുണ്ട്. ഇതെല്ലാം എടുത്ത് വായിലേക്ക് വെച്ചപ്പോൾ വായി വെക്കാൻ കൊള്ളില്ല. എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം തുപ്പി എറിയുന്നു. ഇതൊക്കെ എന്താ ഇങ്ങനെ, വായിൽ വെക്കാൻ കൊള്ളത്തില്ലല്ലോ, ഇത് എന്നതേത് എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കാം. എന്നിട്ട് രേവതി എന്ന് പറഞ്ഞ ഒച്ചത്തിൽ വിളിക്കാം. പെട്ടെന്നാണ് രവിയേട്ടൻ കണ്ണ് തുറന്നത്. നീ എന്തിനാണ് അവളെ വിളിക്കുന്നു എന്ന് ചോദിച്ചു. അവളിവിടെ ഇല്ലല്ലോ. ഞാനത് മറന്നുപോയി, അവൾ അമ്മ വീട്ടിൽ പോയിരിക്കല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാനത് മറന്നച്ചാ, അച്ഛനെന്താ ഇവിടെ കിടക്കുന്നതെന്ന് ചോദിച്ചു. നീ വരുന്നത് നോക്കി ഇരുന്നതാ, ഉറങ്ങിപ്പോയതാണെന്ന് അച്ഛൻ മോനോട് പറയണം. അപ്പോൾ സച്ചിക്ക് ഒരു സന്തോഷമൊക്കെ. നീ ഭക്ഷണം എടുത്ത് കഴിക്കാൻ പറഞ്ഞപ്പോൾ സച്ചി ഇങ്ങനെ നോക്കുക കേട്ടോ. ഈശ്വര ഇത് ഭക്ഷണമാണോ അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നേരെ അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു. അതെങ്ങനെ കഴിക്കുക വെച്ചാ, വായി വെക്കാൻ കൊള്ളില്ല, ഉപ്പുമാവ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കല്ല് പോലെ ഇരിക്കുന്നു. ആരാ അത് ഉണ്ടാക്കിയത്? നിന്റെ അമ്മ തന്നെ, ആരുണ്ടാക്കാനാ? വായിൽ വെക്കാൻ കൊള്ളത്തില്ല. രേവതി വരുന്നതിന് മുമ്പ് നീ അതൊക്കെ തന്നെയല്ലേടാ കഴിച്ചിരുന്നേ, ഇപ്പം എന്താ കഴിക്കാൻ പറ്റാത്തേ എന്ന് അച്ഛൻ മോനോട് ചോദിച്ചപ്പം സച്ചി ഇങ്ങനെ അവിടെ നിന്നിങ്ങനെ കുണുങ്ങുക. അപ്പോൾ അത് പിന്നെ ഞാൻ ഇനി 1 മാസം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും, നീ കഴിക്കാൻ നോക്കാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് വേണ്ട അച്ഛാന്നും പറഞ്ഞിരിക്കുന്നു. അത് കാണുമ്പോൾ തന്നെ എനിക്ക് കഴിക്കാൻ പോലും തോന്നണില്ല. അപ്പം നീ എന്താ പട്ടിണി എടുക്കാൻ പോവാണോ എന്ന് ചോദിച്ചു. പഴം കഴിച്ചോളാം, അത് മതി എനിക്ക്. എന്നപ്പം നീ വേഗം പോയി കഴിക്കാൻ പറഞ്ഞു. അന്നേരത്തേക്കും ശ്രുതിയും കൂടെ ചിരിയും കളിയായിട്ട് വെള്ളം എടുക്കാൻ ഇറങ്ങി വരിക. അപ്പം ഞാൻ കഴിച്ചോളാം, സമയമായില്ലേ, അച്ഛൻ മുറി പോയി കിടന്നോളാം പറഞ്ഞു മോൻ അച്ഛനെ പറഞ്ഞു വിടാൻ നോക്കുക. അപ്പോഴേ ഇവറ്റകൾ രണ്ടും കൂടെ ഇറങ്ങി വരുന്നത്. ശ്രുതി നീ ഇവിടെ നിൽക്കുക കേട്ടോ, ഞാൻ വെള്ളം എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവളുടെ വീട്ടിൽ പോയില്ലേന്ന് ചോദിച്ചു. ഇവളെ ആട്ടിക്കൊണ്ട് പോയില്ലേന്ന്. ഇവളെ എന്തിനാടാ ആട്ടിക്കൊണ്ട് പോകണമെന്ന് അച്ഛൻ ചോദിച്ചപ്പോൾ നമ്മുടെ ശ്രുതി ഇങ്ങനെ നോക്കുക. അപ്പോൾ അതേ രേവതിയെ പറഞ്ഞു വിട്ടിട്ട് ശ്രുതിയെ വീട്ടിൽ നിർത്താൻ നോക്കിയതാണ്. പക്ഷേ സച്ചി അവളെ ആട്ടി ഓടിക്കുന്ന സെറ്റപ്പിലാണ് അവിടെ കോലാഹലം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ അച്ഛന് ചെവി കേൾക്കാതായോ? എടാ അച്ഛ, അതല്ല, ആട്ടിക്കൊണ്ടെന്നല്ല, ആടിക്ക് അമ്മയുടെ വീട്ടിൽ പോവാത്തത് എന്താണെന്നാണ് ചോദിച്ചത്. അത് പിന്നെ അങ്ങനെയോ, ഏതാണ്ട് ആടി മാസത്തിൽ പിരിഞ്ഞു നിൽക്കണം നിങ്ങളൊക്കെ തന്നെയല്ലേ പറഞ്ഞെന്ന് സച്ചി ചോദിച്ചു. എന്നിട്ട് ആ പെണ്ണെന്താ ഇവിടെ നിന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും ചന്ദ്രമതി വന്നു. അവൾ ഇവിടെ അല്ലാണ്ട് വേറെ എവിടെ പോവാനാടാന്ന് ചോദിച്ചപ്പം അത് കൊള്ളാവല്ലോ, ആടി മാസത്തിൽ ഗർഭിണിയായ മേടമാസത്തിൽ കുഞ്ഞു പിറക്കും, അത് ദോഷമാണ്,
അതിനാൽ പിരിഞ്ഞിരിക്കണമെന്ന് അച്ഛൻ തന്നെയല്ലേ പറഞ്ഞത് എന്ന് നമ്മുടെ ശ്രുതി ചോദിച്ചപ്പോഴത്തേക്കും ഇത് കേട്ട് ശ്രുതി അങ്ങോട്ടേക്ക് വന്നു. ശ്രുതി ഞെട്ടിപ്പോയിട്ടോ ശ്രുതി പറയുന്നത് കേട്ട്. അതുകൊണ്ടാണല്ലോ രേവതി അമ്മ വീട്ടിൽ പറഞ്ഞു വിട്ടത്, പിന്നെ എന്തിനാ ഇവളെ ഇവിടെ പിടിച്ച് നിർത്തിയിരിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ ശ്രുതിയെയും അവിടെയിട്ട് വലിച്ചു കീറുക സച്ചി. അപ്പോൾ അങ്ങനെ ആ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നെടുനീളെ ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. ടേക്ക് കെയർ. ബൈ ബൈ.